ആ ഒരു പെട്ടെന്ന് നമ്മൾ ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു പാനിക്കായി പോകും. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് നമ്മളുടെ ബ്രെയിനിലൊന്നും വരത്തില്ല. അത് എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാളത് ഇത് കണ്ടിട്ട് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്ക് വിധിക്കാൻ പറ്റത്തില്ല ഇത് ക്രൈം നടന്നോ ഇല്ലയോ എന്ന്. ക്രൈം അത് വിധിക്കേണ്ടത് പോലീസാണ്. ആ പോലീസ് സംവിധാനം ഇവിടെ പരാജയമാണ്. അതാണ് പറയുന്നത്. ഈ ബസ്സിലെ ക്രൈമുകൾ അന്വേഷിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വല്ല സൈബർ സെല്ല് പോലെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബസ് സെല്ല് രൂപീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ചിന്തിത എന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുക്കാൻ അത്രയും അല്ലെങ്കിൽ 65 മിനിറ്റ് പുറകെ നടന്ന വീഡിയോ എടുക്കാൻ മുട്ടിയിട്ട് വീഡിയോ എടുക്കാൻ സമയം കണ്ടെത്തിന് പകരം ഒന്നല്ലെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കാമായിരുന്നു. കേട്ടില്ലേ? ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഓ എന്തൊരു മഹാമാര്, നല്ല സ്ഥലം തന്നെ. ഇവിടെയൊക്കെ ഞാൻ എന്തിനാണ് ജനിച്ചത്? ഞാൻ ജനിക്കേണ്ടിയേ ഇരുന്നില്ല. എനിക്കും തോന്നിയത് എല്ലാരും പറയും സൂപ്പർ. വാഴയും വെച്ചാ മതിയായിരുന്നു. കറക്റ്റ് ആണല്ലേ? നമ്മളെല്ലാം ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഉദരത്തിൽ കിടന്നു പറഞ്ഞ ആരും ഇവിടെ സ്ത്രീപക്ഷത്തിനെതിരല്ല. നമുക്കറിയാം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ പറഞ്ഞോ, പറയേണ്ട നേരം പറഞ്ഞില്ലല്ലോ. എനിക്ക് ബാറ്ററി സമൂഹത്തിൽ ജനാധിപത്യ മര്യാദ ഇല്ല. എനിക്കതില്ല. നിങ്ങൾ പറയുന്ന കുറെ നമ്മൾ കേട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് കേട്ടു. എനിക്ക് ഇന്നലെ ശ്രീകണ്ഠൻ നായരോ പറയാൻ അവസരം തന്നില്ല. ഞാൻ നാളെ നിന്റെ ചാനൽ വന്നിട്ട് കുറച്ച് പറയാം. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. പക്ഷേ താങ്കൾ പറഞ്ഞ ശിംജിതയുടെ കാര്യത്തിൽ അത് കാണുന്ന കോമൺ സെൻസ് ഉള്ള ബോധമുള്ള വിവരമുള്ള ഒരു വ്യക്തിക്ക് അത് അങ്ങോട്ട് പോയി മുട്ടിയതും അതിനുവേണ്ടി വൈറലാകാൻ വേണ്ടി അവർ ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ് തോന്നിയതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. 100% ഞാൻ യോജിക്കുന്നു. ജനങ്ങൾ എടുക്കട്ടെ, ബാക്കി തീരുമാനിക്കട്ടെ. ഫെമിനിസം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ തലച്ചോറ് നമ്മൾ ഒരാൾക്കും പണയം വെക്കരുത്. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. കളിമണ്ണല്ലടാ, പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. അതൊന്നും വിടിയല്ല. നമ്മുടെ നിലപാട് ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഫെമിനിസം വെച്ച് പറയും അവളെ അത് സ്ത്രീ ചെയ്തതാണ് കറക്റ്റ്. സരജോടെ പോവാ എല്ലാരും വിളിച്ചു. സരിതയുടെ കേസ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ചിന്തിയുടെ കേസ് പഠിക്കാനുള്ള സമയം സരിതയുടെ കേസ് പഠിക്കാൻ ചെറുതായിരുന്നു. ഞാനും ചെറുതാ. എനിക്ക് 25-26 വയസ്സേ ഉള്ളൂ. വിടില്ല ഞാൻ ഞാനത് അത്രയും അന്നൊക്കെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ CPM-ന്റെ ഭയങ്കര SFI-ക്കാരാ. അപ്പൊ ചിന്തിച്ചു അന്ന് ബോധമില്ലാതെ. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല അതിനെ പറ്റിട്ട്. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. പാവം ഉമ്മൻചാണ്ടിനെ വെറുതെ ക്രൂശിച്ചെന്ന് നമുക്ക് തോന്നും. അത് അവരുടെ ഒരു ജനാധിപത്യ. ഞാൻ പറയുന്നു അത് പാവം ഒരു ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചാന്ന് എനിക്ക് തോന്നും. ഡൽഹിയിൽ പീഡനം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പമാണ് ഞങ്ങൾ, പക്ഷേ ശിംജിതയോടൊപ്പമല്ല. അതേ ഉള്ളൂ. എടുത്ത് നിലപാടാണ്. ആയിക്കോട്ടെ.